ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ചെറിയൊരു കോമഡി പോലത്തെ നമ്മുടെ റിയൽ ലൈഫ് ഇൻസിഡൻസ് പറയാനാണ്. ഞാൻ ചോദിച്ചിട്ടേ പറയാം. അല്ല, ഞാൻ പറയട്ടെ, സംഭവിച്ച ചില മണ്ടത്തരങ്ങൾ ഫസ്റ്റ് ഞാൻ ചോദിച്ചിട്ട് പറയാം. എന്റെയും ഇവളെയും മണ്ടത്തരമാണ് പറയാൻ വേണ്ടി അവസാനം സംഭവിച്ച് ഞാൻ പറയാം. ഗൈസ്, ഫസ്റ്റ് നിക്കിയാണ്. നിക്കിക്ക് പറ്റിയ അത് നീ പറഞ്ഞില്ലേ അടികൂടൽ. ഇത് എന്തരി പറയണത്? ഞാൻ പറയണ കാര്യം കേക്കൂ. അപ്പൊ നമുക്ക് പറ്റിയ അബദ്ധങ്ങളില് അവസാനം പറ്റിയ അബദ്ധത്തോടെ ഞാൻ പറയണം. ഞാൻ ഇവിടെ കോഴിക്കടയിൽ വിട്ട് നമ്മൾ അൽഫാം മേടിക്കാൻ വേണ്ടി ഇവിടുത്തെ കടയിൽ പോയി. നമ്മളെ വീടിന്റെ അടുത്തുള്ള കടയിൽ പോയിട്ട് അപ്പൊ അവിടുത്തെ ഹിന്ദിക്കാരൻ ചോദിച്ച് ഏത് പീസ് വേണമെന്ന് ചോദിച്ചു. പറഞ്ഞു ഇവന് ബ്രസ്റ്റ് പീസ് വേണമെന്ന്. അവിടെ ഇരുന്ന എല്ലാരും ചിരിച്ചെന്ന്. എല്ലാരും ഞാൻ ഇന്ന് പോയില്ല ഗൈസ്, കാരണം ഞാൻ ഇവന് മുടിഞ്ഞ അടിയാണ്, എന്നും അടിയാണ്. സത്യം ഞാൻ കഥ പറയണ്ട ആദ്യം. അപ്പൊ ആ ഹിന്ദിക്കാരൻ ചോദിച്ച് നിനക്ക് ഏത് പീസ് വേണമെന്ന് ചോദിച്ചു. ഇവിടെ ഏത് പീസാണ് വേണ്ടത് ചോദിച്ചു. അപ്പൊ ഇവിടെ ഉടൻ പറയണ ബ്രസ്റ്റ് പീസ് മതി. ചിരി ഒന്നും നിനക്ക് ചിരി പറഞ്ഞല്ലേ? ഇത് പറഞ്ഞത് സത്യം പറഞ്ഞ ഇവനാണ് പറഞ്ഞത്. ഇവന് ഉമ്മിയും കൂടെ കഴിച്ച് പോയത്. ഞാൻ മിണ്ടാത്തണ്ട് ഇവ പിണങ്ങി ദേശത്തെ ഇവനും ഉമ്മിയും കൂടെ പോയി. അങ്ങനെ ഉമ്മി അവിടെ ഇരുന്ന് ഉരുവിന്ന് മോനെ പോയിരുന്നു പറഞ്ഞു ബ്രസ്റ്റ്, എനിക്ക് 2 ബ്രസ്റ്റ്. ഉമ്മ അവിടെ ഇരുന്ന് വന്നിട്ട് ഇവിടെ വന്ന് പറഞ്ഞു. ഇവന് പറ്റിയൊരു അബദ്ധമാണ്. രണ്ടാമത്തെ ഞാൻ പറയണ, നീ പറയണോ? ഞാൻ പറയുമ്പോ ഞാൻ പറയാം. ഞാൻ പറയാം. ഇനി ഇപ്പൊ നീ ഇത് പറഞ്ഞല്ലേ, ഇനി രണ്ടാമത് നമ്മൾ ഒരിക്കൽ ലുലു പോയി കഴിച്ചു. അല്ല, അതല്ല, നമ്മൾ വേറൊരു സ്ഥലത്ത് പോയി. അപ്പൊ ഇവക്കാണെങ്കിൽ പെട്ടെന്ന് വയറു വരെ ഞാൻ പറയണ ഇടയിൽ കയറണ്ടേ? ഞാൻ പറയാം. അങ്ങനെയാണ് ഇവക്ക് പെട്ടെന്ന് അത് ഞാൻ പറയട്ടെ. ഞാൻ പറഞ്ഞത് നിനക്ക് പറയാം. ഞാൻ പറയട്ടെ. ഇവന് ബാത്റൂമിൽ പോവാൻ വേണ്ടി തോന്നി. ഇവന് ബാത്റൂമിൽ പോയപ്പോ ഇവന്റെ അമ്മ എനിക്ക് ബാത്റൂമിൽ പോയി. ഞാൻ പറഞ്ഞൊരു കാര്യം, ലുലുവിൽ നിർത്താം, നീ ലുലു പോവാ പറഞ്ഞു. ഇവൻ എനിക്ക് പറ്റൂലടി, ഞാൻ ആന്റി കൂടെ പോവൂടി, അത് 2 പോവുന്ന്. ഞാൻ പറഞ്ഞു ഇറങ്ങണ ഓടണ. അവസാനം പറഞ്ഞു നീ കണ്ണടച്ചോ. പോയി, 1 പോയി 2 പോയി. ഞാൻ അവിടെ തൊട്ട് മൂക്കു ശ്വാസം പിടിച്ച് വീട് നിന്ന്. അവസാനം ഞാൻ വീട്ടിൽ പോയി, ഓടിപ്പോയി വീട്ടിലിറങ്ങിയിട്ട് മുണ്ടെടുത്തിട്ട് വന്ന്. എന്തിന്? റോട്ടിൽ നിന്ന് നടക്കാൻ പറ്റൂല, അത്രയ്ക്ക് മലിനം. അങ്ങനെ നമ്മൾ ചാനാകര വീട്ടിൽ ഗാർഡനൊക്കെ ഉണ്ട്. അതിന് ഇവന്റെ ഗ്രാൻഡ് മദർ താമസിക്കുന്ന വീട്ടിൽ ഒറ്റയ്ക്കാണ്. അപ്പൊ അന്ന് ഗ്രാൻഡ് മദറിന്റെ ഇളയ മോൻ വന്നുകൊണ്ട് അവർ ഷോപ്പിങ്ങിന് പോയി, ഭാഗ്യത്തിന്. ഇവൻ അവിടെ ഇറങ്ങിയപ്പോ ഉള്ള കാറ്റ് എന്റെ സാറേ, 2 വീടര് കാണാം. 4 വളപ്പിന് ശാല ഇതിന്നും മണമുണ്ട്, അത്ര നാറ്റം. അപ്പോ അങ്ങനെ ഇവനവിടെ പോയി ഡ്രസ്സൊക്കെ വരെ ചൂരിക്കളഞ്ഞ് ആ മുണ്ടൊക്കെ ഉടുത്ത് അപ്പുറത്തെ വിളയെ കളഞ്ഞിട്ട് വന്ന്. അതൊരു ഇൻസിഡന്റ്, അതൊരു വല്ലാത്ത ഇൻസിഡന്റ്. കാറിൽ അങ്ങ് സാധിച്ചു. പബ്ലിക് ടോയ്ലറ്റ്. നീ ഇവിടെ പോയതാ പരിസ്ഥിതി? അത് ഇവൻ എന്തല്ല പറയണത്. അതേ പറഞ്ഞ കൈസ്, കല്യാണം കഴിച്ച് വരണ സമയം ഞാനിങ്ങനെ വന്നിട്ട്, അപ്പൊ നമ്മളെ ഇപ്പൊ അടിയായതുകൊണ്ട് പറയട്ടെ. ഇത് അങ്ങനത്തെ കേസാണ് കൈസ്. അപ്പൊ അത് നിങ്ങ പറയാം. അത് പോട്ട് പറയണ്ടേ? അത് ആ പരിത്തോട്ടില് ഇത് പോയി. അത് പോട്ട് വേറെ പറയാം. നിന്റെ വേറെ നീ എപ്പോഴും ഗൈസ് ടൂറിന് പോകുമ്പോ ഉള്ള അവസ്ഥ. 24 മണിക്കൂർ അവന് അതും ബാത്റൂമിൽ പോകണം. നിനക്ക് ആ കേസേ ഉള്ളാണ് എല്ലാം പറയാൻ. നിന്നെ ഓർക്കുമ്പോൾ എനിക്കെല്ലാം വൃത്തിയായിട്ടാ പച്ചക്ക് പറയില്ല. ആ കേസേ ഉള്ളൂ. നീവിനതാണോ? ഇവൻ പിന്നെ ഇത് ഈ ലോകം മൊത്തം, നമ്മളെ ഫാമിലിക്ക് മൊത്തം അറിയാം ഇവന്റെ കഥയാണ്. നമ്മളെല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവർക്കറിയാം സത്യം. ഇവിടെ എല്ലാവർക്കും അറിയാം. ആണെങ്കിൽ ഇവന്റെ ഉമ്മാടുത്ത് നോക്കാല്ലേ ദൃഷ്ടാക്ഷി. ഇനിയിപ്പൊ 2 കണ്ണുരുട്ടിയാ പാർട്ടി പറയും. അതുകൊണ്ട് എങ്കിലും പറയും. ആരടുത്ത് നിങ്ങൾ തിരക്കിയാലും ഇതേപോലത്തെ പയ്യനാ. എന്തുകൊണ്ട് ഡബിൾ മാസ്ക് ഇട്ട് വെച്ചേക്കല്ലേ ഫേസില്?
അതല്ല കല്യാണത്തിന്, അതല്ലേ കോമഡി, കല്യാണത്തിന് ഇപ്പം തിരക്കിയതൊക്കെ പറഞ്ഞു. ഞാൻ അറിഞ്ഞില്ല. എൻ്റെ ഉമ്മായ ആരൊക്കെ വന്ന് ഇവിടെ തിരക്കി, പള്ളിനടയിൽ വന്ന് തിരക്കി. പള്ളിനടയിൽ നിഖിലിനെ അറിയാമോ എന്ന് പറഞ്ഞ് തിരക്കി. അപ്പം അവർ നിഖിലാ, അതാരി പള്ളിനടയിൽ നിഖില്, ആ പയ്യനില്ലല്ലോ. അപ്പം അവസാനം ഇവൻ്റെ ഉമ്മാടെ പാപ്പാടെ പേര് പറഞ്ഞപ്പോഴാണ് അവർക്കൊരു മോനുണ്ട്. ആ മോൻ ആരും കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ ഗൈസ് അറിയാം? അവ ഗൾഫിലായിരുന്നു, ഇവനെ കുറിച്ച് അവരെങ്ങനെ അറിയും? കൊച്ചിലായിരുന്നാലും വെളിയിറങ്ങൂല. ഞാൻ ഒരു സൈലന്റ് പാവപ്പെട്ട ഒരു പയ്യനാണ്. അതിനാണെങ്കിൽ ഇവളെ കൂട്ടുകാരന്മാരുടെ തിരക്കി. ഞാൻ തിരക്കിയില്ല. അവന്മാരെ ഇവന്റെ കല്യാണം ആർക്കും പറഞ്ഞില്ലായിരുന്നു. അതുകൊണ്ട് അപ്പൊ എൻ്റെ ഒരു 2-3 ഫ്രണ്ട്സ് എന്നെ വിളിച്ചിരുന്നു. അപ്പൊ അവന്മാര് ചോദിച്ച് എന്തോന്ന് ഒരു കല്യാണമായ. അപ്പൊ ഞാൻ പയ്യനാരിയപ്പം ഞാൻ പറഞ്ഞു പള്ളിയിടയിലുള്ളതാണ്. ഞാൻ പറഞ്ഞു എനിക്ക് കറക്റ്റ് വീടെന്ന് പറഞ്ഞുകൂടാ, ഇനി പോകുമ്പോൾ അറിയില്ല, പക്ഷേ പള്ളിയിടയിലാണ്. അപ്പോൾ അതായിട്ട് പള്ളിയിടയിൽ ഞാൻ പേര് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു ഞങ്ങൾ നോക്കട്ടെ, നമുക്ക് അങ്ങനെ ആരെ അറിഞ്ഞുകൂടാന്നാണ് അവർ പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു എവിടെ ഇല്ലായിരുന്നു, എൻ്റെ ആരും ഒളിവില. അതിനുശേഷം അനുവിനെ നിന്റെ മറ്റേ ആൾക്കാരെ കുറച്ച് അനോണിമസ് മെസ്സേജ് ഒക്കെ തന്നു. എന്തോ അങ്ങനത്തെ മെസ്സേജസ് ഒക്കെ തന്നു എനിക്ക് ഇതിനെ കുറിച്ച്. അങ്ങനെ നമ്മളെ ഇവിടെ പറയണില്ല, പൊങ്ങി വരണ്ടാവുന്നു. ഇവളൊരു പാവപ്പെട്ട ഒരു പയ്യനാണ്. ഇവളൊരു പാവപ്പെട്ട പയ്യനാണെന്നാ ഞാനും. പക്ഷെ ഇവിടെ കില്ലാടിയാണ്. ഞാൻ എന്നെ പഞ്ച പാവല്ല. അല്ല, പക്ഷെ ഞാൻ പാവമാണ്. ഞാൻ പറയുന്നുണ്ട് ഞാൻ പാവല്ലെന്ന്. നമ്മൾ ആരും സ്വന്തമായിട്ട് പറയും ഞാൻ പാവാണ്. ഞാൻ പറയും എന്നെ പറഞ്ഞ് തിരക്കിയാലും അത് അതായത് ഗൈസ് ഇവനാണെങ്കിൽ ആ ഒരു ഇമേജ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ പാവമാണ്, ഞാൻ അങ്ങനെയാണെന്നുള്ളൊക്കെ ഒരു വിചാരം എല്ലാവരും മൈൻഡിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സത്യത്തി ഞാൻ എന്നെ കണ്ടപ്പോൾ അഹങ്കാരി ഭയങ്കര സാധനം തോന്നും. പക്ഷെ ഞാനാണ് പാവം. ഇവൻ പാവം എന്ന് വെച്ച ഒരു ഇമേജാണ്. ഞാൻ അഹങ്കാരം എന്നുള്ള ഇമേജാണ് വെച്ചിരിക്കുന്നത്. പക്ഷെ റിയൽ ഓപ്പോസിറ്റ് ആണ്. ഞാൻ പാവം, ഇവനാണ് ഉള്ള എല്ലാം. ഇവന്റെ റിയൽ ക്യാരക്ടർ എനിക്ക് മാത്രമേ അറിയാവുള്ളൂ. വെളിയിൽ നിന്നുള്ളതായിരിക്കും ഞാൻ കുറെ സൗണ്ട് വെച്ച് സംസാരിക്കൊണ്ട് വിചാരിക്കും ഞാൻ സൗണ്ട് വെക്കും, ഇവൻ സൗണ്ട് വെക്കി വിടുന്നത്. ഇവനാണ് സൗണ്ട് സംസാരിച്ച് സൈലന്റ് ആയിട്ട് ജീവിക്കുന്ന ഒരു പയ്യനാണ്. സൗണ്ട് വെക്കൂല നീ. ഗൈസ് എന്നെ അടിച്ചിട്ടുണ്ട്. ഇല്ല, ഇതൊരിക്കലും തൊട്ടിട്ടില്ല. എഴച്ചിട്ടുണ്ട്. ഇല്ല, തൊട്ടിട്ടില്ലേ? ഇങ്ങനെ തൊട്ട് പോലും നോവിച്ചിട്ടില്ല. നോവിച്ചിട്ടില്ല? ഇല്ല. എല്ലാ ദിവസവും എന്നെ നോവിച്ച് കരയിപ്പിക്കും. എന്റെ കണ്ണിൽ നിന്നുള്ള കണ്ണീര് വെച്ച് വരുമ്പോഴത്തേക്ക് എന്തത് കിട്ടും. എന്തിനെന്ന് പറ, ഞാൻ ഒരു ചായ ഇടാൻ പറഞ്ഞു കഴിഞ്ഞാ കുറ്റം. അയ്യോ, ചായ എത്ര മണിയുടെ ചായ ഇട്ട് തരണത്? എത്ര തവണ പറ, എത്ര തവണ നിനക്ക് ചായ ഇട്ടരടാ ഞാൻ? രാത്രി വൈകുന്നേരം 2. ഇന്ന് എത്ര നേരം ഇട്ട്? 1. ഈ മേളയിൽ നിന്ന് ഞാൻ ചായ ഇട്ട് താഴെ കൊണ്ടുകൊടുക്കുമ്പോ തമ്പ്രാൻ കാലും മേകാലും വെച്ചാൽ ഇങ്ങനെ ഇരിക്കും. ചായ കൊണ്ടുവാ, ഞാൻ ഓംബ്ര പറഞ്ഞ് മേളയിൽ കൂടെ പോയിട്ട് ഇട്ടിട്ട് വരണം. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവക്ക് കുക്കിങ്ങിന് ആകെ അറിയുള്ള കാര്യം. ഞാൻ കുക്കിങ്ങിൽ PhD എടുത്തിട്ട് കുക്കിംഗ് അന്ന കുക്കിങ്ങിന് ആകെ ചെയ്തു തരുന്ന കാര്യം തന്നെ ഒരു ചായ അല്ലേ? ടേസ്റ്റ് ഇല്ലേ? ഇറങ്ങൂലേ തൊണ്ടേന്ന് ചായ ഇട്ടുതരണത്. ജ്യൂസ് അടിച്ചു തരുമല്ലോടാ. അത് കുക്കിംഗ് അല്ലല്ലേ, അത് മിക്സിയിൽ ചെയ്യുന്നതല്ലേ. മാഗി കുക്കിംഗ് അല്ലേ? മാഗി ഒന്നും ഞാൻ കഴിക്കൂല. നീ മുട്ട വെച്ചിരുന്നതാ? ഒരു മുട്ട വെച്ച് തരും. 4, 5 വരെ ഞാൻ വെച്ച് കൊടുത്തോണ്ട്. എനിക്ക് എന്തെങ്കിലും എനിക്ക് എന്തെങ്കിലും എല്ലാം ഉണ്ടായി തന്നിട്ടുണ്ടോ? ഇവിടെ അവിടെ ഇവിടെ ഞാൻ ഗൾഫിലാണെങ്കിൽ എല്ലാം കുക്ക് ചെയ്യും. പിസ്സ, ഞാൻ പറയാം. എന്നെയും കൊണ്ട് ഒമാനി ഫസ്റ്റ് ഞാൻ പോണത് ഒമാനില. അപ്പൊ ഇവിടെ നമുക്ക് റൂമാണ്, ഇവന്റെ കമ്പനി വക റൂമുണ്ട്. അപ്പൊ എല്ലാവർക്കും ഓരോരോ റൂമുണ്ട്. എല്ലാവർക്കും ഒരു റൂമുണ്ട്. പിന്നെ ഒരു കിച്ചൺ, ഒരു കോമൺ കിച്ചണാണ്. എനിക്ക് ഓൾറെഡി കുക്കിംഗ് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങോട്ട് പോകില്ലെങ്കിലും ഞാൻ ഇവൻ്റെ കൂടെ പോയി നിൽക്കും. അപ്പോൾ ഞാനാണെങ്കിൽ എന്തോന്നു, അപ്പം അവൻ എന്തോന്നു, ഞാൻ മുട്ടയൊക്കെ ഞാൻ കഴിക്കണം. അപ്പം ഇപ്പം എനിക്ക് മുട്ട പൊരിച്ചു തരാൻ മുമ്പ് ഒരു 10 മുട്ട എടുത്തിട്ട് ഒരു ചെറിയ പാൻ എടുത്തിട്ട്
ഈ ഒരളവില് പിസ്സ പോലെ ഒരു മുട്ട അങ്ങ് പൊരിച്ചങ്ങ് തന്ന്. അന്നത്തോടെ മുട്ട ഞാൻ വെറുത്ത്. അതിന് പകരം അത് പോട്ട് പിറ്റേ ദിവസം പയറായി. എനിക്ക് പയറവിച്ചത്, ഞാൻ പയറ് തിന്നുന്ന പയറവിച്ചു തന്ന്. അത് അന്ന് രാത്രി മൊത്തവും ഞാൻ ബാത്റൂമിലായിരുന്നു. ഓർമ്മ ഉണ്ടാ? വേവാതെ കൈസ് വെപ്രാണം. 1 മിനിറ്റ് കൊണ്ടൊക്കെ പയറ് വേവിക്കണമെന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ ഇട്ട് വയ്ക്കൂല. അപ്പോഴേ പയറെടുത്തിട്ടിട്ട് ഒരു വിസില്. എൻ്റെ ചോദിക്കും എത്ര വിസിൽ? അറിഞ്ഞൂടത് ഞാൻ പറഞ്ഞു 2 വിസിലെന്ന്. 2 ഇറക്കും. എന്നിട്ട് പച്ച പയറ് ഇരുന്ന് തീറ്റിക്കും ഗൈസ്. എനിക്കറിഞ്ഞൂടെ ഇങ്ങനത്തെ ഞാൻ കുക്ക് ചെയ്തെന്ന്. വേറെ ഒന്നും ഉണ്ടാക്കുന്നില്ല എനിക്ക്. ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി വേവാത്ത ചിക്കൻ എടുത്ത് തിന്നും. ഇതാണ് ഉണ്ടായി തന്നിട്ടുള്ളത് എനിക്ക്. പിന്നെ അടുത്തത് നമുക്ക് ഇവളെ എത്ര ലൈനിന്റെ കാര്യം ചോദിക്കാം. നിന്റെ ലൈൻ്റെ എന്റെ എണ്ണാവാ. ആ ടോപ്പിക്ക് ഇവിടെ ഇടണില്ല. അടുത്ത ഇതിലേ പറയുന്നതാണ്. അടുത്ത അത് പറയാം. നിനക്ക് ജീവിക്കട്ടെ. ഇവിടെ ലൈൻ്റെ ചോദിച്ചില്ല. നിന്റെ ഞാൻ ഇപ്പൊ എടുക്കും ലിസ്റ്റ്. വരട്ടെ. അങ്ങനെ ഇവളെ വേറെ ബേബി കുട്ടാണ്. വാരി കൊടുക്കട്ടാന്ന് വേറെ ഉള്ളൊരു നിന്റെ മണ്ടത്തിന് എന്തെങ്കിലും ചെയ്തിട്ടില്ലടാ നിന്നെ പോലെ. അതാണ് ഒരിക്കൽ യൂണിവേഴ്സിറ്റി പോയി കേട്ടോ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വേണ്ടി. അപ്പൊ കുറച്ച് പെണ്ണുങ്ങൾ ഇങ്ങനെ നിക്കുന്നു. ഉടനെ ഇവള് കല്ലടിച്ച് തറയിൽ വീത്. എന്നിട്ട് വലിയ സ്റ്റൈലില് പോസ്റ്റ് നടന്ന് ദാ കിടക്കണ. അതെനിക്ക് വേറെ കാര്യം പറയണം. ഇത് പറഞ്ഞു നിന്റെ പറയാനുള്ളൂ. യൂണിവേഴ്സിറ്റിയില് ദാ കിടക്കണ. യൂണിവേഴ്സിറ്റിയിലെ കാര്യം എനിക്ക് പറയാനുള്ളൂ. തറയിലടിച്ചതാ പൂക്കുമ്പത്തി ഇങ്ങനെ കിടക്കണ്. കിടന്നിട്ട് പറഞ്ഞ് വന്ന് കൈ ഓരോ പെണ്ണുങ്ങള് ഒരു ലവറിനെ കൊണ്ട് വരെയാണ്. കൈയൊക്കെ പിടിച്ചേട്ടാ. ഞാൻ ഈ മണം കൂടാൻ കൊണ്ട് പോവണം. അവരൊക്കെ വീഴാത്തവരെ തായി പിടിച്ച് നടക്കണം. ഇവിടെ എന്നെ വീണിട്ട് കൊണ ചിരി. എനിക്കാണെങ്കിൽ ഞാൻ കൊറേ അഭിനയിക്കണം. ഇവളെ തറയിൽ കിടന്നിട്ട് അവിടെ കിടന്നിട്ട് എല്ലാം ഒന്നും പിടിയില്ലേ. ഞാൻ അങ്ങനെ വന്ന് പിടിച്ചെണീപ്പിച്ച്. അല്ലോ അങ്ങനെ അത് ആ യൂണിവേഴ്സിറ്റി വെച്ച് അന്നേ ദിവസം ഞാനാണെങ്കിൽ എൻ്റെ ബികോമിൻ്റെ ഞാനിപ്പോൾ പ്രഗ്നൻ്റ് ആയ ടൈം എന്തോ എനിക്കൊരു എക്സാം എഴുതാൻ പറ്റിയില്ല. അതായത് ഞാൻ പ്രസവിക്കാൻ പോയിരുന്നത് ഗൈസ്. അതായത് ഞാൻ എക്സാം കഴിഞ്ഞ ഉടനെയാണ് പോയത്. അപ്പോൾ ഞാൻ തോറ്റതല്ല, എൻ്റെ ഒരു സബ്ജക്റ്റ് ഞാൻ എഴുതാത്തോണ്ട് പോയതാണ്. ഡെലിവറി ഡേറ്റിൻ്റെ അന്നായിരുന്നു എക്സാം. അപ്പോൾ എഴുതാൻ പറ്റിയില്ല. അപ്പോൾ അത് കാരണം എൻ്റെ സർട്ടിഫിക്കറ്റ് ഡിലേ ആയി. അങ്ങനെയാണ് നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ പോകണത് വായിക്കാൻ. അതായത് നമ്മൾ വിളിച്ചൊക്കെ പറഞ്ഞ് പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് ആക്കാൻ വേണ്ടി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് സർട്ടിഫിക്കറ്റ് പെട്ടെന്നാക്കി. അത് മേടിക്കാൻ വേണ്ടി പോണ സമയത്ത് ഞാൻ ഇവനെ പുറത്ത് ഒരാൾക്ക് കയറാൻ പറ്റുള്ളൂ. ഇവനെ ഞാൻ പുറത്തങ്ങ് ഇരുത്തിയിട്ടങ്ങ് പോവുകയാണ്. ഞാൻ പോയിട്ട് വന്നപ്പോഴേ ഒരാൾ ഇങ്ങനെ ഇരുന്നിട്ട് ഞങ്ങളിപ്പോൾ എൻ്റെ ഭർത്താവ് ചിരിക്കണം. എന്നെ കണ്ടെന്താ ഒരു പെണ്ണോടെ പോയിട്ട് രണ്ടും നോക്കി ചിരിക്കണ്. ഞാൻ കുറെ നേരം നോക്കിക്കൊണ്ട് എന്ത് ഇവിടെ വരെ പോകുന്നവരോട് നോക്കിക്കൊണ്ട് നിന്നു. അവൾ അങ്ങോട്ട് പോണ്, തിരിച്ചു വരണു. ഇപ്പൊ എന്താ തിരിച്ചവള് ഇത് എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും 2 തവണ. അപ്പൊ ഞാൻ നോക്കിയപ്പോഴേ ഇത് പറഞ്ഞു ഞാൻ ഒന്ന് നോക്കി ചിരിച്ചതേ ഉള്ളൂ. പിന്നെ അവൾ ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കണം. അവിടെ വായി നോക്കുമായിരുന്നു ജോലി. ഞാൻ ഒന്ന് കണ്ണ് നടച്ചപ്പോഴത്തേക്ക് വായി നോക്കല് തുടങ്ങി. അപ്പൊ ഗൈസ് ഞാൻ ഒന്ന് ഇവിടെ നിന്ന് എവിടെ മാറിയ ഈ മുറിയൊരു നീയൊരു കുരുക്ഷേത്ര മൂവി ആക്കുമല്ലേ. വെറുതെ യൂണിവേഴ്സിറ്റി പോയപ്പം ടൈം പാസിന് ഇങ്ങനെ ഒരു പെണ്ണിന് വന്ന് അപ്പൊ ഞാൻ ജസ്റ്റ് നോക്കി ചിരിച്ചു. ചിരിക്കണതാ അതെങ്ങനെ? അത് നീ കണ്ടോ? ഞാൻ കണ്ട് അത് ആര് ചിരിച്ചത്? അവിടെ ചിരിച്ചു. നമ്മളൊരു പ്രാങ്ക് ആയിരുന്നു. അവിടെ നിനക്ക് അറിഞ്ഞുകൊണ്ടാ പെണ്ണിനും നീയും പ്രാങ്കാ. അവിടെയും വായി നോക്കല്. അത് കഴിഞ്ഞിട്ട് ഗൈസ് എൻ്റെ 2 കൂട്ടുകാർ, പേര് ഞാൻ മെൻഷൻ ചെയ്യില്ല, 2 കൂട്ടുകാരികൾ നടന്നു പോണ്. ഞാൻ കാറിൽ ഇരിക്കണം. കൂട്ടുകാരികളുടെ പേര് മെൻഷൻ ചെയ്ത് അവർക്ക് പ്രശ്നമാവുന്നത് കൊണ്ട് എൻ്റെ ഒരു 2 ഫ്രണ്ട്സ്
ഇസു പറയട്ടെ ഞാൻ ചുറ്റും കൂടെ കാറിൽ കൂടെ അപ്പൊക്കെ ഉണ്ടെങ്കിൽ അറിയാവുള്ള 2 ചന്തികളും എന്റെ പറയണ് 2 പെണ്ണുങ്ങൾ നടന്നിങ്ങനെ പോണ്. ഇപ്പൊ കമന്റ് അടിക്കാൻ എന്റെ അടുത്തിരുന്ന് ഞാൻ നോക്കിയപ്പോ അള്ളാ ഇത് എന്റെ കൂട്ടുകാരില്ലേ ഇവളെ എന്തൊരു പറയണത് പടച്ചോന്നെ ഇവളെന്റെ പറയുമ്പോ എന്റെ പറഞ്ഞ ആട്ടി പോണല്ലേ ഇത് ഞാനല്ല പറഞ്ഞത്. അത് എന്റെ കൂട്ടുകാരി അവരടുത്ത് പറഞ്ഞിട്ടില്ല ഇതുവരെ. അവരുടെ പേര് പറയണോ? വേണ്ട.